കളസസ്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ ആണ് കളനാശിനികൾ അഥവാ ഹെർബിസൈഡ്. കൃഷിയിടങ്ങളിലെ അനാവശ്യ സസ്യങ്ങളെ നശിപ്പിക്കുന്നതിനും നിർമ്മാണ മേഖലകൾ, കളിക്കളങ്ങൾ തുടങ്ങിയവയിലെ മുഴുവൻ സസ്യങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനുമായാണ് ഇത്തരം രാസസംയുക്തങ്ങൾ ഉപയോഗിക്കുന്നത്. റെയിൽ പാളങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നും സസ്യങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കളനാശിനികൾ തളിക്കാറുണ്ട്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസാനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒരു ഹെർബിസൈഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വീഡിയോയ്ക്ക് പോണതിൻ്റെ മുന്നേ നമ്മുടെ മുറ്റത്തുള്ള നിറയെ പൂക്കൾ വിരിഞ്ഞിരിക്കണ ചെടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 10 മണിച്ചെടിയാണോ 4 മണിച്ചെടിയാണോ 3 മണിച്ചെടിയാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ, പേര് അറിയില്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന പൂച്ചെടികളായിരിക്കും. ഇതിൽ പല നിറങ്ങളിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചില ദിവസങ്ങളിലാണ് കേട്ടോ അത്രയും തോനെ വിരിഞ്ഞിക്കുള്ളൂ. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ തോന്നി. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൈസിഡ്സ് എന്നുള്ള ഇതാണ് കേട്ടോ, ഹെർബിസൈഡാണ്. അപ്പോൾ ഇത് ഭയങ്കര അപകടമൊന്നുമില്ല കേട്ടോ, എന്നാലും നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിക്കണം. കളനാശിനി എന്ന് പറഞ്ഞുകൂടാ, അത്രയും എഫക്റ്റീവ് അങ്ങനെയൊന്നുമില്ല, അപകടമുള്ളതല്ല. നമ്മുടെ മുറ്റത്തെ പുല്ല് കരിച്ച് കളയാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ, മരുന്നാണ്. അപ്പോൾ നമ്മളിതിന് സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു ജ്യൂസിൻ്റെ കുപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ 25 രൂപയുടെ സ്പ്രേയർ നമുക്ക് വളങ്ങളൊക്കെ വിൽക്കണ കടയിൽ കിട്ടും. അതാണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ ആ മരുന്ന് തുറന്നിട്ട് അതിൽ ഒരു തുള്ളി ഒഴിക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരുപാട് ഒഴിച്ചാൽ അതിന് ഫലം കിട്ടും, പക്ഷെ അത്രയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസോ കവറോ എന്തെങ്കിലും ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊന്നും കിട്ടാത്ത വിധത്തിൽ എടുത്ത് വയ്ക്കണം. ഞാനത് നല്ലപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇത് ലാസ്റ്റായിട്ടുണ്ട്, അടിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ഈ തവണത്തെയും കൂടി മരുന്നടിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത തവണ എനിക്കത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇനി ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ആ സ്പ്രേയർ അടയ്ക്കണത്. അപ്പോൾ ഇനി വെള്ളം നിറച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ അതിൻ്റെ കളറ് മാറുകയും ഒരു ലൈറ്റ് യെല്ലോ കളറിലായിട്ട് വരും. അപ്പോൾ അതാ മുഴുവൻ ഒരിത്തിരി ഭാഗം അവിടെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗത്ത് അങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലൗസ് ഒന്നും ഇപ്പോൾ കയ്യിൽ കിട്ടാനും കൊണ്ട് ഞാൻ കവറാണ് ധരിക്കുന്നത്. പിന്നെ ഞാൻ മാക്സിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മരുന്നടിക്കാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമൊന്നുമില്ല ഡ്രസ്സിലൊന്നായാലും, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുറ്റത്ത് ഇതാ അങ്ങനെ പടരുന്ന ഒരു തരം പുല്ലാണ് കേട്ടോ. അത് നമ്മൾ ചെത്തിക്കൊരിയാൽ പിന്നെയും പിറ്റേ ദിവസം തന്നെ വളരും. പിന്നെ എന്താ പറയുക, പറിച്ചെടുക്കാനും പറ്റില്ല. പിന്നെ അത് മണ്ണോട് ഇളകി വന്നിട്ടുണ്ടെങ്കിൽ ആകെ ചളിയൊക്കെ ആവും കേട്ടോ ഈ മഴക്കാലത്തൊക്കെ. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസം നോക്കി ഈ മരുന്നടിച്ചു കൊടുത്താൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കരിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മരുന്ന് തെളിച്ചിട്ട് കരിഞ്ഞു പോയ പുല്ലൊക്കെ പിന്നെയും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ നിറയെ പുല്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മരുന്നടിക്കാനായിട്ടുണ്ട്. കൈയും കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് വൃത്തികേടാവില്ലേ, കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ മരുന്നടിക്കുന്നത്. ഇതെന്താ വെച്ചാൽ മണ്ണിന് ദോഷമൊന്നുമില്ല കേട്ടോ. അതായത് ആ മണ്ണിൽ പിന്നെ ഒന്നും വളരാനാവാത്ത വിധം മണ്ണിലെ ബാക്ടീരിയകൾ നശിച്ച് പോകുന്നില്ല. ഇത് നമ്മൾ ഇലകളിലാണ് കേട്ടോ സ്പ്രേ ചെയ്യണത്, മണ്ണിലേക്ക് ഡയറക്റ്റായിട്ടല്ല സ്പ്രേ ചെയ്യണത്. അപ്പോൾ ഇലകളിൽ കൂടെ വേരിലേക്ക് എത്തിയിട്ട് ആ വേരോട് കൂടി ചെടി നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 ദിവസം കൊണ്ട് ഇത് പറ്റെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വലിയ അപകടമൊന്നുമില്ല. അപ്പോൾ അതാ കുറച്ച് 4 ദിവസം കഴിഞ്ഞത് അത് അത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും പുല്ലിങ്ങനെ ഇടയ്ക്ക് വളരുന്നുണ്ട്. അത് നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൂടുന്നതിനനുസരിച്ച് പിന്നെയും തെളിച്ചെടുക്കണം കേട്ടോ. ഇതിൽ കണ്ടില്ലേ കുറേ ഭാഗം കരിഞ്ഞിട്ടുണ്ട്, കുറേ ഭാഗം കരിയണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ പച്ച കളർ കാണുന്നത്. ഈ വലിയ വലിയ പുല്ലൊക്കെ പറഞ്ഞാൽ മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. അതായത് വാടി തുടങ്ങിയിട്ടുണ്ട്. 4-5 ദിവസം എന്തായാലും പിടിക്കും ഇതൊക്കെ നല്ലോണം ഒന്ന് കരിഞ്ഞ് കിട്ടാനായിട്ട്.
അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇടണ സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്, കുറച്ചൊക്കെ കേട്ടോ, ഒരുപാടൊന്നും ഇതുപോലെയൊന്നുമില്ല, എന്നാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം മരുന്നടിക്കാനായിട്ടുണ്ട്, കുപ്പിയിലൊരു തുള്ളി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് അടിച്ച് ഇനി ആദ്യം ഇതുപോലെ ആക്കണം. പിന്നെ ഇതൊക്കെ ഇപ്പം അങ്ങനെ കുറേയൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കുക, കാരണം അതിൻ്റെ വേരൊക്കെ നശിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ പരന്ന് കിടക്കണ പുല്ലൊക്കെ കരിഞ്ഞിരിക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.